ഹായ് ഓൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഏഷ്യൻ തമയകത്തിൻ്റെ മാപ്പാണ് ഈ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയാണ് ഇത് ഒബ്സർവ് ചെയ്തിട്ട് വിച്ച് പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ഡു ദി കളേർഡ് റീജിയൻ ഓഫ് ദി മാപ്പ് റെപ്രസെൻറ്റ്. ഈ കളർ ചെയ്ത റീജിയൻ ഇപ്പോൾ ഈ റീജിയനിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണുള്ളതെന്ന് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണുള്ളത് ഏതൊക്കെയാണുള്ളത്. കർണാടക ഉണ്ട്, തമിഴ്നാടുണ്ട്, കേരള ഉണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ പാർട്സും ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ദി സൗത്ത് ഇന്ത്യൻ റീജിയൻ വിച്ച് ഈസ് കളേർഡ് ഓൺ മാപ്പ് വാസ് നോൺ ആസ് തമിയകം ഇൻ ഏഷ്യൻ ടൈംസ്. അപ്പം നമ്മൾ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ കളർ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിന് പണ്ട് കാലങ്ങളിൽ എന്തെന്നാണ് വിളിച്ചത്? തമിയകം എന്നാണ് വിളിച്ചത്. എന്താണ് തമിയകം? ദി മെയിൻ ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഏഷ്യൻ തമിയകം ആർ പയം തമി പാട്ടുകൾ, കോയിൻസ്, ട്രാവലോഗ്സ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഏഷ്യൻ തമയകത്തിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്? പയം തമിഴ് പാട്ടുകളിൽ നിന്നും, അതായത് പഴയ തമിഴ് പാട്ടുകളിൽ നിന്നും, അതുപോലെ തന്നെ കോയിൻസ് നിന്നും, നാണയങ്ങളിൽ നിന്നും, ട്രാവലോഗിൽ നിന്നും, ഇൻസ്ക്രിപ്ഷൻസ് നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഏഷ്യൻ തമയകത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. എമംഗ് ദീസ് മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ സംഗം ലിറ്ററേച്ചർ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? സംഗം ലിറ്ററേച്ചർ എന്നാണ് കിട്ടിയത്. സംഗം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കളക്ഷൻ ഓഫ് ഏഷ്യൻ തമിഴ് സോങ്സ്. ഏഷ്യൻ തമിഴ് സോങ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമിഴകത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ സംഗം ലിറ്ററേച്ചർ എന്നാണ് കിട്ടിയത്. ഇനി അടുത്തത് സംഗം ലിറ്ററേച്ചർ എന്താണെന്നാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് സംഗം ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. യാതും ഊരെ യാവരും കേളിർ തീതും നൻറ്റും പിറർ തരവാര. പുറണനുരുവാണിത്. അപ്പോൾ ഇതിലെന്താണ്? ഇതിൻ്റെ മീനിങ് എന്താണ്? എവരിവർ ഈസ് അവർ ലാൻഡ്, എവരി വൺ ഈസ് അവർ സ്കിൻ, neither evil nor good come from others. Everywhere is our land. Everywhere is our land എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സ്ഥലവും നമ്മുടെ നാടാണ്. everyone is our kin. everyone is our kin എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. അടുത്തത് എന്താണ്? neither evil nor good come from others. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നല്ലതും ചീത്തയും എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. നല്ലതും ചീത്തയും സ്വയം ഉണ്ടാകുന്നതാണ്, മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നല്ലതും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദി ലൈൻസ് ഗീവ് എബോ ആർ ഫ്രം പുറണനുരു. അപ്പോൾ ഈ ഒരു ലൈൻസ് എന്ന് പറഞ്ഞാൽ പുറണനുരുവിലുള്ള ലൈൻസ് ആണ്. എ സംഗം ലിറ്റററി വർക്ക്. അപ്പം ഒരു സംഗം ലിറ്റററി വർക്കാണ് എന്ത്? പുറണനുരു. അതിന്നുള്ള ലൈൻസ് ആണ് ഇത്. ദി സംഗം വേർ ഗ്രൂപ്പ്സ് ഓഫ് തമിഴ് പോയിറ്റ്സ്. അപ്പോൾ ഈ സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴ് പോയിറ്റ്സിന് പറയുന്ന ഒരു ഗ്രൂപ്പ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സംഗം എന്ന് പറയുന്നത് സെൻറ്റേർഡ് അറൗണ്ട് മധുര. അപ്പോൾ മധുരയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഗം എന്ന് പറയുന്നത്. ദി സംഗം കളക്റ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ദി സോങ്സ് ഓഫ് ദി സിംഗേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ഇപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? നമുക്ക് ഈ മുകളിൽ തന്നിട്ടുള്ള വരി എങ്ങനത്തെ ആണ്? സംഗം സാഹിത്യകൃതിയിൽ നിന്നുള്ള വരികളാണ്. അപ്പോൾ സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥാക്കുന്നത്? തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഘം എന്ന് പറയുന്നത്. ഈ കൂട്ടങ്ങൾ എന്ത് ചെയ്യും? ഈ കൂട്ടത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അന്നത്തെ ഗായകരുടെയും കവികളുടെയൊക്കെ പാട്ടുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളെയും കൃതികളെയും നമ്മൾ എന്ത് പറയുന്നു? സംഘം കൃതികൾ എന്നാണ് പറയുന്നത്. അത് എഴുതപ്പെട്ട കാലത്തെ നമ്മൾ എന്താണ് പറയുന്നത്? സംഘകാലം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ഇമ്പോർട്ടൻറ്റ് സംഗം ലിറ്റററി വർക്ക്സ്. കുറച്ച് സംഗം ലിറ്റററി വർക്ക്സ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? പുറം ടോക്കെ, നാട്ടിനെ, അകനനുരു, 10:10. ഏതൊക്കെയാ? കുരും തോക്കെ, നാട്ടിനെ, അകനനുരു, 10:10. ഇതൊക്കെയാണ് അന്നത്തെ ഇമ്പോർട്ടൻറ്റ് സംഘം ലിറ്റററി വർക്ക്സ്.
In addition to Sangam literature, other Tamil literary works that provide information about Asian Tamiyagam are തിരുക്കുരൽ. അപ്പോൾ സംഘം ലിറ്ററേച്ചർ അല്ലാതെ വേറെയും വർക്ക്സ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഏഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഏത്, തിരുക്കുരൽ. ഏതാണ്, തിരുക്കുരൽ. രണ്ടാമത്തേതാണ് ഏത്, ശിലപ്പടികാരം. ഏതാ, ശിലപ്പടികാരം. അടുത്തതാണ് മണിമേഖല. അടുത്തതാണ് ഏത്, മണിമേഖല. അപ്പോൾ അന്നത്തെ ലിറ്ററേച്ചർ ഏതൊക്കെയാണ്, സംഘം ലിറ്ററേച്ചർ, അതുപോലെ തന്നെ തിരുക്കുരൽ, ശിലപ്പടികാരം, അതുപോലെ തന്നെ മണിമേഖല. ഇതൊക്കെ നമുക്ക് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ഏഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോക്സിൽ എന്ത് തന്നിട്ടുണ്ട്, സംഘം വർക്ക്സിനെ കുറിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സംഘം വർക്ക്സിനെ. ഏതൊക്കെയാണ്, അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. ഏതൊക്കെയാ, അകം സോങ്സും പുറം സോങ്സും. ദി അകം സോങ്സ് റെഫേഴ്സ് ടു ദി ഫാമിലി ലൈഫ് ആൻഡ് സോഷ്യൽ ലൈഫ്. അകം സോങ്സിൽ എന്താ പറയുന്നത്, ഫാമിലി ലൈഫിനെ അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുറം സോങ്സ് റെഫേഴ്സ് ടു എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ്. അപ്പോൾ പുറം സോങ്സ് എന്തിനൊക്കെയാണ് പറയുന്നത്, എക്കണോമിക്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊന്നും മറന്നു പോകരുത്. ഇനി അടുത്തതാണ് എന്താ പറയുന്നത്, തിരുക്കുരൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. തിരുക്കുരൽ ഈസ് വൺ ഓഫ് ദി ഇമ്മോറൽ ലിറ്റററി വർക്ക് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തിരുവള്ളുവാർ ഈസ് ദി ഓതർ ഓഫ് ദീസ് ബുക്ക്. അപ്പം ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്കാണ് എന്ത്, തമിഴ് ലിറ്ററേച്ചറിലുള്ള ഒരു ഇമ്മോറൽ ലിറ്റററി വർക്കാണ് ഏത്, തിരുക്കുരൽ. അതിൻ്റെ ഓതർ ആരാണ്, തിരുവള്ളുവാർ ആണ് അതിൻ്റെ ഓതർ. ഇനി അടുത്തതാണ് ശിലപ്പടികാരം. ശിലപ്പടികാരം എന്ന് പറഞ്ഞാൽ എന്താ, ഇലാങ്ങോ അടിങ്ങൽ ഈസ് ദി ഓതർ ഓഫ് ദി ശിലപ്പടികാരം വിച്ച് ടെൽ ദി സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ. കണ്ണകിൻ്റെയും അതുപോലെ എൻ്റെ കോവലൻ്റെയും കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഏത്, ശിലപ്പടികാരം. അതിൻ്റെ ഓതർ ആരാണ്, ഓതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രചയിതാവ് ആരാണ്, ഇലാങ്ങോ അടിങ്ങലാണ് അതിൻ്റെ രചയിതാവ്. അടുത്തതാണ് മണിമേഖല. മണിമേഖല എന്ന് പറയുമ്പം ഈസ് ദി വർക്ക് ദാറ്റ് ടെൽ ദി സ്റ്റോറി ഓഫ് മണിമേഖല. മണിമേഖലൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ഏത്, മണിമേഖലെ. ദി ഡോട്ടർ ഓഫ് കോവളൻ ആൻഡ് മാധവി. അപ്പം മേഖലെ വാസ് കമ്പോസ്ഡ് ബൈ ചിതലച്ചതനാറാണ് ഈ ഒരു പുസ്തകം കമ്പോസ് ചെയ്തത്. ഇനി അടുത്തത്, ലിസ്റ്റ് ദി മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഏഷ്യൻ തമിഴകം. അപ്പോൾ ഏഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരുന്നുണ്ട്, സംഘം വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ തരും, അതുപോലെ തന്നെ കോയിൻസും ട്രാവലോഗും ഇൻസ്ക്രിപ്ഷനും ഇതൊക്കെ നമുക്ക് എന്തിൻ്റെ ഇൻഫർമേഷൻ തരുന്നുണ്ട്, തമിഴകത്തിൻ്റെ ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുക്കുരൾ, അതുപോലെ തന്നെ ശിലപ്പടികാരം, അതുപോലെ തന്നെ മണിമേഖല, ഇതൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്, പിന്നെ ഏഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇനി അടുത്തതാണ് സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ സംഘം ഏജ്. സംഘം ഏജിലുള്ള സോഷ്യോ എക്കണോമിക് ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദി ഏഷ്യൻ തമിഴ് സോങ് ഇൻക്ലൂഡിങ് സംഘം വർക്ക്സ് റെഫേഴ്സ് ടു ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ഏഷ്യൻ തമിഴകം. അപ്പം ഏഷ്യൻ തമിഴ് സോങ്സ് ഏതൊക്കെ, സംഘം വർക്ക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏഷ്യൻ തമിഴ് സോങ്സിൽ എന്തിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്, ഏഷ്യൻ തമിഴകത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. ദീസ് സോങ്സ് ഹാവ് റെഫറൻസ് ടു ദി സോഷ്യൽ ലൈഫ്, അഗ്രികൾച്ചർ, കാറ്റിൽ റിയറിങ്, സോൾട്ട് എക്സ്ട്രാക്ഷൻ ആൻഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഈ സോങ്സിലൊക്കെ മെയിനായിട്ട് എന്താണ് പറയുന്നത്, അവരുടെ സാമൂഹിക ജീവിതം, കൃഷി, പശുപരിപാലനം, ഉപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ അവർ വസ്തുക്കൾ കൈമാറുന്നത്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഇതിൽ ഈ ഒരു സംഘം വർക്ക്സിലൊക്കെ പറയുന്നത്. ഇനി അടുത്തത് ദീസ് സോങ്സ് ഹാവ് റെഫറൻസ്. ഇനി അടുത്തതാണ് ലെറ്റ്സ് എക്സാമിൻ ദി ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ലൈഫ് ഡ്യൂറിങ് സംഘം ഏജ്. അപ്പോൾ സംഘം ഏജിലുള്ള സോഷ്യോ എക്കണോമിക് ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്, ദർ എക്സിസ്റ്റഡ് എ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ. എങ്ങനെയാണ്, അവരുടെ ജോലിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട്, സോഷ്യൽ ഡിവിഷൻ ഉണ്ട്. ദർ വേർ നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. പക്ഷെ അവിടെ എന്തില്ല,
ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അവരുടെ തൊഴിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമൂഹിക വിവേചനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സാമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ഓരോ തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തില്ല? വിവേചനങ്ങളൊന്നും ഇല്ല. അതായത് മനുഷ്യനെ താഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഒന്നും ഇല്ലായിരുന്നു. അടുത്തത് സ്ത്രീ പുരുഷ സാമ്യം, അതായത് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ബഹുമാനം അവർ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സാമൂഹിക പങ്കാളിത്തവും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചർ വാസ് ദി മെയിൻ ലൈവ്ഹുഡ്. കാറ്റിൽ റിയറിങ്, ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് വേർ അതർ ലൈവ്ഹുഡ്. അപ്പം അവരുടെ മെയിനായിട്ടുള്ള പിന്നെ ജീവിത മാർഗം എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. പിന്നെ മറ്റത് ഏതൊക്കെയാണ്? കാറ്റിൽ റിയറിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വേട്ടയാടലൊക്കെ മറ്റു മാർഗങ്ങളായിരുന്നു. ദർ എക്സിസ്റ്റഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്. അവിടെ എന്തുണ്ടായിരുന്നു? ഫോറിൻ കൺട്രീസുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെപ്പർ ആൻഡ് അതർ സ്പൈസസ് വേർ ദി മെയിൻ ഐറ്റം ബോട്ട് ബൈ ഫോറിനേഴ്സ്. അപ്പോൾ പെപ്പറും അതുപോലെ കുറേ ഐറ്റംസ് ആര് വാങ്ങാറുണ്ടായിരുന്നു? ഫോറിനേഴ്സ്, വിദേശികൾ വാങ്ങാറുണ്ടായിരുന്നു. ദേ ബ്രോട്ട് ഹിയർ കോപ്പർ. അവർ ഇങ്ങോട്ടേക്ക് എന്ത് കൊണ്ടുവന്നു? കോപ്പർ, സിൽവർ, ഗോൾഡൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ കൊണ്ടുപോയി? പെപ്പർ പോലെയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോയി. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറയാണ്, പ്രിപ്പയർ എ നോട്ട് കമ്പയറിങ് ദി സോഷ്യൽ ലൈഫ് ഓഫ് സംഘം ഏജ് വിത്ത് കണ്ടംപററി സോഷ്യൽ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ സംഘം ഏജിലുള്ള ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും, കണ്ടംപററി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മുടെ നാട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ തന്നെ പിന്നെ സംഘം ഏജിലുള്ള സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഇനി ഒരു കമ്പാരിസൺ പറയാനാണ് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എങ്ങനെയായിരുന്നു സംഘം ഏജ്? സംഘം ഏജ് ലൈഫ് വാസ് നേച്ചർ ബേസ്ഡ് ആയിരുന്നു അല്ലേ? മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ സംഘം ഏജ് വാസ് നേച്ചർ ബേസ്ഡ് ആൻഡ് മോഡേൺ ലൈഫ്, അതായത് കണ്ടംപററി പീരീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടെക്നോളജി ബേസ്ഡ് ആണ്. ഇനി അടുത്തത് സംഘം സോഷ്യൽ ലൈഫ് വാസ് സിമ്പിൾ. സംഘം സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്? സിമ്പിൾ ആണ്. മോഡേൺ ലൈഫ് ഈസ് കോംപ്ലക്സ് ആൻഡ് ഫാസ്റ്റ്. മോഡേൺ ലൈഫ് എങ്ങനെയാണ്? കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്. ഇനി സംഘം ട്രേഡ് ഹാപ്പനിങ് ഇൻ ലോക്കൽ മാർക്കറ്റ്സ്. സംഘം ഏജിൽ ട്രേഡിങ് എങ്ങനെയാണ് നടന്നത്? ലോക്കൽ മാർക്കറ്റ്സിലാണ് നടന്നത്. നൗ ട്രേഡ് ഈസ് ഇൻ ഡിജിറ്റൽ ആൻഡ് ഗ്ലോബൽ. ഇപ്പോൾ ട്രേഡിങ് എങ്ങനെയാണ്? ഡിജിറ്റൽ ആൻഡ് ഗ്ലോബൽ ആണ്. അടുത്തത് സംഘം സൊസൈറ്റി ഹാസ് കിങ്സ്. സംഘം സൊസൈറ്റിയിൽ എന്തുണ്ടായിരുന്നു? രാജാക്കന്മാരുണ്ടായിരുന്നു. ടുഡേ വി ഹാവ് ഇലക്റ്റഡ് ഗവൺമെൻറ്റ്സ്. ഇപ്പോൾ എങ്ങനെയാണുള്ളത്? ഇലക്റ്റഡ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് സിസ്റ്റം ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.